നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 10 ദിവസം നീണ്ടുനിന്ന നാടകീയമായ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 13ാം മുഖ്യമന്ത്രിയും കോൺഗ്രസുകാരനായ 5ാമത്തെ മുഖ്യമന്ത്രിയുമാണ് VD സതീശൻ. നെരിമംഗലം കരിമണലിന് സമീപം സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് വനത്തിലേക്ക് മറിഞ്ഞു. എറണാകുളം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന കൊച്ചിൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായി പെയ്ത മഴയിൽ റോഡിലെ കോൺക്രീറ്റ് ഒലിച്ചുപോയി. പട്ടയംകവല കൊതകുത്തി റോഡിലെ കോൺക്രീറ്റ് ആണ് ഒലിച്ചുപോയത്. VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി സജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 10 ദിവസം നീണ്ടുനിന്ന നാടകീയമായ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 13ാം മുഖ്യമന്ത്രിയും കോൺഗ്രസുകാരനായ 5ാമത്തെ മുഖ്യമന്ത്രിയുമാണ് VD സതീശൻ. കേവലം MLA-മാരുടെ ഭൂരിപക്ഷം എന്നതിലുപരി കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വികാരവും മുന്നണിയിലെ മറ്റു പാർട്ടികളുടെ താല്പര്യവും കണക്കിലെടുത്താണ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളും സജീവമായി ഉയർന്നിരുന്നു. എന്നാൽ പാർട്ടിക്ക് പുതിയ ഊർജം നൽകുവാനും വരാനിരിക്കുന്ന ഭരണകാലയളവിൽ ശക്തമായ നേതൃത്വം ഉറപ്പാക്കുവാനും സതീശന്റെ വരവ് ഉപകരിക്കുമെന്ന് ദേശീയ നേതൃത്വം വിലയിരുത്തി. അതേസമയം മുഖ്യമന്ത്രിയാകാത്തതിൽ കടുത്ത അതൃപ്തി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് സൂചന. അവഗണിച്ചത് ശരിയല്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം പ്രതികരിക്കേണ്ടെന്ന് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. പാർട്ടി തീരുമാനം സർവാത്മന അംഗീകരിക്കുന്നുവെന്നും തീരുമാനത്തിൽ സംതൃപ്തനെന്നും KC വേണുഗോപാൽ പ്രതികരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നിവരുടെ പേരുകളും സജീവമായി ഉയർന്നിരുന്നു. VM സുധീരൻ, AK ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നൽകിയ റിപ്പോർട്ടുകളും K മുരളീധരൻ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടുകളും സതീശന് അനുകൂലമായ ഘടകങ്ങളായി. ജനവികാരം അവഗണിക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന് പ്രിയങ്ക ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും നിർദ്ദേശവും തീരുമാനത്തിൽ നിർണായകമായി. നിയുക്ത മന്ത്രി തിങ്കളാഴ്ച രാവിലെ 10-ന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും. നേരിമംഗലം കരിമണലിന് സമീപം സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് വനത്തിലേക്ക് മറിഞ്ഞു. എറണാകുളം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന കൊച്ചിൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കനത്ത മഴയെ തുടർന്നുണ്ടായ അപകടത്തിൽ 41 യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നുവെങ്കിലും എല്ലാവരും ഭാഗ്യം കൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത്. കരിമണൽ ഓഡിറ്റിന് സമീപം വെച്ചായിരുന്നു അപകടം. കനത്ത മഴ പെയ്യുന്നതിനിടെ മുന്നിൽ പോയ ലോറിയുടെ പിന്നിലിടിച്ച ബസ് നിയന്ത്രണം വിട്ട് വനത്തിന്റെ അരികിലേക്ക് മറിയുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ അതുവഴി വന്ന ഇടുക്കി ഇന്റലിജൻസ് DYSP R സന്തോഷ് കുമാറും സംഘവും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. DYSPക്കൊപ്പം ഇൻസ്പെക്ടർ ഫിലിപ്പ് സാം, SI ഉണ്ണികൃഷ്ണൻ, CPOമാരായ അഖിൽ വിനായക്, ശ്രീജിത്ത് എന്നിവർ ഉടൻ തന്നെ രംഗത്തിറങ്ങി. മറ്റു വാഹനങ്ങളിലെത്തിയ വിനോദസഞ്ചാരികളെയും നാട്ടുകാരെയും കൂട്ടി ബസിന്റെ ചില്ലു പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. തൊട്ടുപിന്നാലെ എത്തിയ ഉടുമ്പൻചോല SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കുചേർന്നു. പരിക്കേറ്റ യാത്രക്കാരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക വിവരം. മഴയത്ത് വാഹനം നിയന്ത്രണം വിട്ടതാണ് അപകടത്തിന് കാരണമെന്ന് സംശയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, നേര്യമംഗലം. ശക്തമായി പെയ്ത മഴയിൽ റോഡിലെ കോൺക്രീറ്റ് ഒലിച്ചുപോയി.
പട്ടയം കവല കൊതകുത്തി റോഡിലെ കോൺക്രീറ്റ് ആണ് ഒലിച്ചുപോയത്. തകർന്നു കിടന്ന പട്ടയം കവല കൊതകുത്തി റോഡ് നന്നാക്കണമെന്ന് ആവശ്യപ്പെട്ട് മുൻ കൗൺസിലറുടെ കാലത്താണ് റോഡ് നന്നാക്കാനായി തുക വകയിരുത്തിയത്. എന്നാൽ റോഡ് പണി മഴ തുടങ്ങിയ ശേഷം ആരംഭിച്ചതിനാലാണ് കോൺക്രീറ്റിംഗ് ഒലിച്ചു പോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ശക്തമായി പെയ്ത മഴയിൽ റോഡിലെ കോൺക്രീറ്റിംഗ് ഒലിച്ചുപോയി. പട്ടയംകവല കൊതകുത്തി റോഡിലെ കോൺക്രീറ്റിംഗ് ആണ് ഒലിച്ചുപോയത്. തകർന്നു കിടന്ന പട്ടയംകവല കൊതകുത്തി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ കൗൺസിലറുടെ കാലത്താണ് റോഡ് നന്നാക്കുവാനായി തുക വകയിരുത്തിയത്. 17 ലക്ഷം രൂപയാണ് റോഡ് നന്നാക്കുവാനായി അനുവദിച്ചത്. സ്ത്രീകളും കുട്ടികളും അടക്കം ദിവസേന ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന റോഡാണ് ഇത്. റോഡ് പണിയുന്നതിനായി മാസങ്ങളായി മെറ്റീരിയൽ ഇവിടെ ഇറക്കിയിട്ടിരുന്നു. എന്നാൽ റോഡ് പണി ആരംഭിക്കുവാൻ മഴക്കാലം വരെ കാത്തിരിക്കേണ്ടി വന്നു. മഴക്കാലത്ത് പണി തുടങ്ങിയതുകൊണ്ടാണ് കോൺക്രീറ്റിംഗ് ഒലിച്ചു പോകാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇന്നും ഇന്നലെയുമായി റോഡിന്റെ പണികൾ നടന്നുവെങ്കിലും ശക്തമായി പെയ്ത മഴയിൽ റോഡ് കോൺക്രീറ്റിംഗ് ഒലിച്ചു പോവുകയായിരുന്നു. അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടമില്ലാതെയാണ് വർക്ക് നടക്കുന്നത്. ഓവർസിയറിന്റെ അനാസ്ഥയാണ് ഇതെന്നും ആരോപണം ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തൊടുപുഴ ടൗൺ കേന്ദ്രീകരിച്ച് സംഘടിപ്പിച്ച പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് അണിനിരന്നത്. പോരാട്ടത്തിൻ നാളുകളിൽ ഞങ്ങളെ ഒന്നായി നയിച്ചവനെ പോരാട്ടത്തിൽ പണിതോട് കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്, കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്, കോൺഗ്രസ് പാർട്ടി സിന്ദാബാദ്. Congress Party Zindabad, Congress Party Zindabad, Congress Party Zindabad. കഴിഞ്ഞ 10 വർഷക്കാലം ഈ തകർന്നു കിടന്ന ഈ കേരളത്തെ ഒരുമിച്ച് കൂട്ടി കേരളത്തിലെ UDF പ്രവർത്തകരെ, കേരളത്തിലെ ആകമാനം ജനങ്ങളെ ഒന്നിച്ചൊന്നായി ഒരുമിച്ച് മുന്നോട്ട് പോയി ഈ കേരളത്തിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുമായി 102 സീറ്റുമായി കേരളത്തെ അധികാരത്തിൽ ലഭിച്ച ശ്രീ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. ഈ ആഹ്ലാദത്തിൽ പങ്കുചേരുന്നതിന് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിൽ വികസനമില്ലാത്ത കേരളത്തിലെ അഴിമതിയുടെ ഒരു കൂടാരമായ പിണറായി സർക്കാരിനെ തൂത്തെറിഞ്ഞുകൊണ്ട് UDF കേരളത്തിൽ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ നാനാവിഭാഗത്തിലുള്ള കൊച്ചുകുട്ടികളടക്കം സ്ത്രീകളടക്കം ആബാലവൃദ്ധം ജനങ്ങളും വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചതുപോലെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ശ്രീ വി.ഡി. സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ആഹ്ലാദത്തിൽ ഇനിയുള്ള നാളുകൾ കേരളത്തിന് വികസനത്തിന്റെ ഒരു കുതിച്ചുചാട്ട തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ആകമാനം വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി സജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ സംരക്ഷണത്തിന് ഊന്നൽ നൽകി പരിശീലനം, ഉൽപാദനം, വിപണനം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സംഘടനയ്ക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV രാജു അധ്യക്ഷത വഹിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഏലപ്പാറ അൽഫോൺസ ഓഡിറ്റോറിയത്തിൽ നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി സജീവൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ സംരക്ഷണത്തിന് ഊന്നൽ നൽകി പരിശീലനം, ഉൽപാദനം, വിപണനം, ക്ഷേമം എന്നീ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു എന്നതിന്റെ ഉദാഹരണമാണ് പരിശീലനം ലഭിച്ച വിദഗ്ധ തൊഴിലാളികൾ നിർമ്മിക്കുന്ന ടൈലർ ടച്ച് എന്ന ബ്രാൻഡിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വിപണനം നടത്തുന്നതിലൂടെ ലഭിക്കുന്ന ലാഭം ഉപയോഗിച്ച് ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്യുന്ന അംഗങ്ങൾക്കും ഡയാലിസിസ് ചെയ്യുന്ന അംഗങ്ങൾക്കും മറ്റ് രോഗങ്ങൾ ബാധിച്ച് തൊഴിൽ ചെയ്യാനാവാത്ത കിടപ്പ് രോഗികൾക്കും ചികിത്സാ സഹായം നൽകുന്നതെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സജീവൻ പറഞ്ഞു. 2020 360 രൂപ വാങ്ങി ഒരു വാർഷിക സാന്ത്വന പദ്ധതി തുടങ്ങി. മെമ്പർഷിപ്പിന് ആനുപാതികമായി മെമ്പർഷിപ്പ് എടുക്കുന്ന മുഴുവൻ ആളുകളും ആ പദ്ധതിയിൽ അംഗങ്ങളാകണം. അന്ന് ചാരിറ്റബിൾ ട്രസ്റ്റ് നിലനിർത്തി പോയിരുന്നു. 24 ആയപ്പോഴേക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കി മുഴുവൻ ആളുകളും സാന്ത്വന പദ്ധതി എന്ന ആശയത്തിലേക്ക് മാറി. 2025 മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ കേരളത്തിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആ പ്രസ്ഥാനം പൂർണ്ണമായി സാന്ത്വന പദ്ധതിയിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് വാർഷിക സാന്ത്വന പദ്ധതി ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ നടപ്പിലാക്കുമ്പോൾ ആശയപരമായി നിങ്ങളൊന്ന് ഓർക്കണം, ഈ രാജ്യത്ത് നിരവധി ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. ആ ഇൻഷുറൻസ് പദ്ധതികളിലെല്ലാം മന്ത്ലി പ്രീമിയവും വാർഷിക പ്രീമിയവും അതിൽ നമ്മളും പലരും ചേർന്നവരുമുണ്ട്. ഏത് ഇൻഷുറൻസ് പദ്ധതി എടുത്താലും ആകർഷണീയമായ ഒരു പദ്ധതി, ഒരു ആനുകൂല്യ സംരക്ഷണം അതിൽ പറയാൻ കഴിയുന്നത് അപകട മരണം മാത്രമാണ്. 360 രൂപ വാങ്ങി നമ്മൾ തുടങ്ങിയ വാർഷിക സാന്ത്വന പദ്ധതിയിൽ അംഗമരണം ഉൾപ്പെടെയുള്ള അപകട മരണം ഉൾപ്പെടെയുള്ള 12 ആനുകൂല്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴും പ്രതിസന്ധി കാലഘട്ടത്തിൽ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് ആനുകൂല്യത്തിന്റെ അപേക്ഷകൾ വന്നപ്പോഴും സധൈര്യം അതിനെ നിലനിർത്തി, അതിനെ സംരക്ഷിച്ച് നിലനിർത്തി, മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം കൊടുത്ത് സംരക്ഷിച്ച് നിലനിർത്തി 2025 കടക്കുമ്പോൾ ഓരോ അംഗങ്ങളും ആ പദ്ധതിയെ വ്യക്തതയോടെ മനസ്സിലാക്കണം. 2020 360 വാങ്ങി വാർഷിക സാന്ത്വന പദ്ധതി ചേർന്നുവെങ്കിൽ 2025 മെമ്പർഷിപ്പ് എടുത്തപ്പോൾ ഈ ആളുകളെല്ലാം 360 രൂപ സാന്ത്വന പദ്ധതിക്ക് വേണ്ടി കൊടുത്തോ? പകരം എത്ര രൂപ കൊടുത്തു നിങ്ങൾ? സംഘടന ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KV രാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി B മനോഹരൻ പ്രവർത്തന റിപ്പോർട്ടും, സംസ്ഥാന കമ്മിറ്റി അംഗം S ഷാജി സംഘടനാ റിപ്പോർട്ടും, ട്രഷറർ TK സുനിൽകുമാർ വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഇടുക്കി ജില്ലാ ഭാരവാഹികളായ അന്നമ്മ AV, ലിസമ്മ കുരുവിള, OR ശശിധരൻ, രത്നമ്മ ഗോപിനാഥ്, VV സൗദാമിനി, മോളി, ഏലിയാമ്മ എന്നിവർ നേതൃത്വം നൽകി. ഏലപ്പാറ ഏരിയ സെക്രട്ടറി മോളിക്കുട്ടി വർഗീസ് സ്വാഗതവും പ്രസിഡന്റ് ശാരദാമണി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ നേതൃത്വത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാന ആരോപണവും കുടുംബ സംഗമവും നടത്തി. പീരുമേട് നിയുക്ത MLA സിറീക് തോമസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളുടെ വിതരണവും നിയുക്ത MLA നിർവഹിച്ചു. SCI പ്രസിഡന്റ് സീനിയർ വാസുദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ വീൽ ചെയർ വിതരണവും നടത്തി. സീനിയർ ചേംബർ ഇന്റർനാഷണൽ തേക്കടി ലീജിയന്റെ ആഭിമുഖ്യത്തിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുടുംബ സംഗമവും ഒട്ടകത്തലമേട് മാർത്തോമ മഡോസിൽ നടന്നു. നിയുക്ത പീരുമേട് MLA സിറീക് തോമസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ലീജിയൻ പ്രസിഡന്റ് O ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. SCI പ്രസിഡന്റ് വാസുദേവൻ മുഖ്യ പ്രഭാഷണം നടത്തി. SCI വൈസ് പ്രസിഡന്റ് അരവിന്ദ് പുതിയ ഭാരവാഹികൾക്ക് പിന്നണിയിച്ചുകൊണ്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വീൽചെയർ വിതരണവും ഇതോടൊപ്പം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MM വർഗീസ്, SCI ഡയറക്ടർ വേണുഗോപാൽ, ലീജിയൻ ജനറൽ സെക്രട്ടറി ജോയി ഇരുമേട, ട്രഷറർ PK റോയ്, വൈസ് പ്രസിഡന്റ് ജോഷി ജോസഫ്, SCI ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് ജയൻ ജോസഫ്, ഡോക്ടർ VR രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള പുരസ്കാരങ്ങളുടെ വിതരണവും നിയുക്ത MLA നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി ഡീപോൾ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഫിയോണ തെരേസ് ജിയോ സയൻസ് വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, PTA, അധ്യാപകർ എന്നിവർ അനുമോദിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം നേടി ഡീപോൾ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഫിയോണ തെരേസ് ജിജോ സയൻസ് വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കി. കമ്പ്യൂട്ടർ സയൻസിൽ 100-ൽ 100 മാർക്കാണ് നേടിയിരിക്കുന്നത്. അൽത്താഫ് മുഹമ്മദ് ഹാരിസ്, മുഹമ്മദ് സഫ്വാൻ, ആൻ മരിയ ജോസ് എന്നിവർ സൈക്കോളജിയിൽ 100-ൽ 100 മാർക്ക് നേടി. വിവിധ വിഭാഗങ്ങളിലായി പരീക്ഷ എഴുതിയവരിൽ 6 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 34 കുട്ടികൾ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പ്രിൻസിപ്പൽ, മാനേജ്മെന്റ്, PTA, അധ്യാപകർ എന്നിവർ അനുമോദിച്ചു. ഈ കഴിഞ്ഞ CBSE +2 പരീക്ഷയിൽ ഡീപോൾ പബ്ലിക് സ്കൂളിൽ കുട്ടികൾ
ഉജ്ജ്വല വിജയം കരസ്ഥമാക്കി. എല്ലാ വിഷയങ്ങൾക്കും സയൻസ് വിഭാഗത്തിൽ ഫിയോണ തെരേസ് ജിജോ A1 കരസ്ഥമാക്കി. അതുപോലെ അൽതാഫ് മുഹമ്മദ് ഹാരിഷ്, മുഹമ്മദ് സഫാൻ, ആൻമരിയ ജോസ് എന്നീ കുട്ടികൾ സൈക്കോളജിയിൽ 100-ൽ 100 മാർക്കും കരസ്ഥമാക്കിയുണ്ടായി. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ നേട്ടമാണ് ഈ പരീക്ഷയിൽ ഉണ്ടായിരിക്കുക. എഴുതിയ കുട്ടികളിൽ 6 പേർക്ക് ഡിസ്റ്റിങ്ഷനും 34 കുട്ടികൾക്ക് ഫസ്റ്റ് ക്ലാസ്സും ലഭിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ കുട്ടികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അതുപോലെ ടീച്ചേഴ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. മാനേജ്മെൻറ്റിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CBSE +2 പരീക്ഷയിൽ 100% വിജയവുമായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. 102 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A1-ഉം 56 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 46 കുട്ടികൾ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. കുട്ടികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ LICMC അറിയിച്ചു. CBSE +2 പരീക്ഷയിൽ 100% വിജയവുമായി തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ. 102 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 2 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A1-ഉം 56 കുട്ടികൾ ഡിസ്റ്റിങ്ഷനും 46 കുട്ടികൾ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. മാത്യു പോൾസൺ, അന്ന ജെ ഇലയിടം എന്നിവരാണ് എല്ലാ വിഷയങ്ങൾക്കും A1 നേടിയത്. ഇതിൽ അന്ന ജെ ഇലയിടം 92.6% നേടി സ്കൂൾ ടോപ്പറായി. ഇംഗ്ലീഷ് വിഷയത്തിൽ ആൻമരിയ എസ്, ആയിഷ ബാനു എന്നിവരും, ഫിസിക്സിൽ നയന രഞ്ജിത്ത്, കെമിസ്ട്രിയിൽ ആൻമരിയ എസ്, ബയോളജിയിൽ ആയിഷ ബാനു, മാത്സിൽ അന്ന ജെ ഇലയിടം, കമ്പ്യൂട്ടറിൽ മാത്യു പോൾസൺ, അലീന ജോർജ് എന്നിവരും, IP-യിൽ മാനസ ജിനോ, അക്കൗണ്ടൻസിയിൽ ആൽവിൻ എബി, ആകർഷ് CB എന്നിവരും, ബിസിനസ് സ്റ്റഡീസിൽ ഋഷിക അജിത്, ഇക്കണോമിക്സിൽ ആകർഷ് CB എന്നീ കുട്ടികൾ സബ്ജക്ട് ടോപ്പേഴ്സായി. കുട്ടികളുടെയും അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ വിജയമെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ LICMC അറിയിച്ചു. 2025-26 അധ്യയന വർഷത്തിലെ +2 സ്റ്റുഡൻസിന്റെ റിസൾട്ട് ഇന്നലെ പബ്ലിഷ് ചെയ്തു. അതിൽ 100% വിജയം കരസ്ഥമാക്കാൻ സാധിച്ചതിൽ വിമല പബ്ലിക് സ്കൂളിന് ഏറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓൺ സ്ക്രീൻ മാർക്കിംഗ് സിസ്റ്റം ആയിരുന്നു. എങ്കിലും നമ്മുടെ കുട്ടികൾ നന്നായി തന്നെ അതിൽ വിജയം കരസ്ഥമാക്കി എന്നതിൽ ഏറെ സന്തോഷിക്കുന്നു. ഈ വർഷം 102 കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ നിന്നും +2 എക്സാമിനേഷൻ എഴുതിയത്. അതിൽ 56 കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷനും 46 കുട്ടികൾ ഫസ്റ്റ് ക്ലാസും കരസ്ഥമാക്കി. ഈ വിജയത്തിന് പിന്നിൽ അധ്വാനിച്ച പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, കുട്ടികളുടെ മാതാപിതാക്കൾ, കുട്ടികൾ എല്ലാവരെയും മാനേജ്മെന്റിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകി വ്യത്യസ്തമായൊരു ഉദ്ഘാടന ചടങ്ങിന് സാക്ഷ്യം വഹിച്ച് വണ്ടിപ്പെരിയാറിലെ ഒരു വ്യാപാര സ്ഥാപനം. ഗോൾഡ് കവറിംഗ് വിപണന രംഗത്ത് കഴിഞ്ഞ 20 വർഷക്കാലത്തെ പ്രവൃത്തി പരിചയമുള്ള ശ്രീലക്ഷ്മി ഗോൾഡ് കവറിംഗിന്റെ പുതിയ സംരംഭമായ ജുവലറിയുടെ ഉദ്ഘാടനമാണ് വ്യത്യസ്തമായത്. ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം എന്നത് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം അപൂർവമാണ്. ഗോൾഡ് കവറിംഗ് ആഭരണ വിപണന രംഗത്ത് കഴിഞ്ഞ 20 വർഷക്കാലമായി പ്രവൃത്തി പരിചയമുള്ള ശ്രീലക്ഷ്മി ഗോൾഡ് കവറിംഗ് എന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് വ്യത്യസ്തമായത്. ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായ ഗൃഹനാഥൻ മരണപ്പെട്ടതോടെ ജീവിതം വഴിമുട്ടിയ കലാ രാജേഷിന് ജീവിതത്തെ പ്രതിസന്ധിയിലാക്കിയാണ് ക്യാൻസർ രോഗബാധ കടന്നുകൂടിയത്. ഇവർക്ക് ആവശ്യമായ സഹായമാണ് തന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉടമയായ TC ഗോപാലകൃഷ്ണൻ ഏർപ്പെടുത്തിയത്. ഒപ്പം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട് മുത്തച്ഛനോടൊപ്പം കഴിയുന്ന കാർത്തിക എന്ന കുരുന്നിനും സഹായം നൽകി. ഇനിയും തീരുന്നില്ല വണ്ടിപ്പെരിയാറുകാരുടെ ഉണ്ണിച്ചേട്ടൻ എന്ന TCയുടെ പ്രവർത്തനം. കഴിഞ്ഞ 25 വർഷക്കാലമായി ജില്ലയിലെ ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയുടെ പഠനസഹായ പദ്ധതിക്ക് നോട്ട്ബുക്കുകൾ നൽകിയും ഉദ്ഘാടന ചടങ്ങ് വ്യത്യസ്തമായി. ശ്രീലക്ഷ്മി ജ്വല്ലറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ KVVES വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് S അൻപുരാജ് അധ്യക്ഷത വഹിച്ചു. ജ്വല്ലറി ഉടമ TC ഗോപാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ഹരിദാസ് ജ്വല്ലറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മണിമേഖല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PA അബ്ദുൾ റഷീദ്, വനിതാ മുരുകൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ S ഗണേശൻ, സാക്ഷരതാ പ്രേരക്
PK ഗോപിനാഥൻ, പ്രവീൺ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ജീവകാരുണ്യ സഹായ വിതരണങ്ങളുടെ ഉദ്ഘാടനം വണ്ടിപ്പെരിയാർ SHO അമൃത് സിംഗ് നായകം, സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ എന്നിവർ നിർവഹിച്ചു. അമ്മയ്ക്കൊരുമ സ്നേഹക്കൂട്ടായ്മയ്ക്കുള്ള നോട്ട്ബുക്കുകൾ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ, രക്ഷാധികാരി ഡേവിസ് തോമസ് എന്നിവർ ഏറ്റുവാങ്ങി. ജ്വല്ലറി ഉടമ TC ഗോപാലകൃഷ്ണന്റെ സഹധർമ്മിണി വിജയമ്മ MV ഉദ്ഘാടന ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. KVVES വണ്ടിപ്പെരിയാർ യൂണിറ്റ് അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, പൊതുജനങ്ങൾ എന്നിവരുടെ നിറസാന്നിധ്യം കൊണ്ട് ഉദ്ഘാടന ചടങ്ങ് ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തലയനാട് ജയ്ഭാരത് പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാക്കളരിക്ക് തുടക്കമായി. മെയ് 14 മുതൽ 16 വരെ ലൈബ്രറി ഹാളിൽ വച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഫ്രാൻസിസ് കരിമ്പാനി വായനക്കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തോമസ് മൈലാടൂർ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ സന്നിഹിതരായിരുന്നു. കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനും അറിവിന്റെ പുതിയ ലോകങ്ങൾ തുറന്നുകൊടുക്കുന്നതിനുമായി തലയനാട് ജയ്ഭാരത് പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാക്കളരി 2026 ആവേശകരമായി തുടക്കം. മെയ് 14 മുതൽ 16 വരെ ലൈബ്രറി ഹാളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ഫ്രാൻസിസ് കരിമാനി വായനാക്കളരിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ സർഗാത്മകത വളർച്ചയിൽ വായനയ്ക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും രാസലഹരിയുടെ അതിപ്രസരത്തെക്കുറിച്ചും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. തോമസ് മൈലാടൂർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഫ്രാൻസിസ് മുട്ടുങ്കൽ സ്വാഗതവും പഞ്ചായത്ത് മെമ്പർമാരായ രാജു വള്ളോപ്പിള്ളി, സിൽവി ബിജു, ലൈബ്രറി എക്സിക്യൂട്ടീവ് മെമ്പർ ബേബി പഴയിടം എന്നിവർ ആശംസകളും നേർന്നു. ലൈബ്രറി ഭാരവാഹികളും നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളും യോഗത്തിൽ പങ്കെടുത്തു. കമ്മിറ്റി മെമ്പർ സുബിൻ പഴയിടം നന്ദി രേഖപ്പെടുത്തി. കുട്ടികൾക്ക് മധുര പലഹാരങ്ങളും ബുക്കും പേനയും വിതരണം ചെയ്തു. ദേശീയഗാനത്തോടെയാണ് യോഗം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തലയനാട്. വെള്ളപ്പരവാനി വിരിച്ചതുപോലെ മനോഹരമായ ഉപ്പുപാടങ്ങൾ. ഉപ്പ് മരുഭൂമി എന്നും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാം. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഈ കാഴ്ച നയന ചാരുതയേകുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലായി കണ്ണെത്താ ദൂരത്തോളം ഉപ്പുപാടം പരന്നു കിടക്കുകയാണ്. ഇവിടെ 7500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് ഉപ്പുകടൽ സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിൽ നിന്നും MJ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്. വെള്ളപ്പരവതാനി വിരിച്ചതുപോലെ മനോഹരമായ ഉപ്പുപാടങ്ങൾ. ഉപ്പ് മരുഭൂമി എന്നും ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കാം. ഗുജറാത്തിലെ കച്ച് ജില്ലയിലാണ് ഈ കാഴ്ച നയനചാരുതയേകുന്നത്. റോഡിന്റെ ഇരുഭാഗങ്ങളിലുമായി കണ്ണെത്താ ദൂരത്തോളം ഉപ്പുപാടം പരന്നു കിടക്കുകയാണ്. 7500 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്താണ് ഉപ്പുകടൽ സ്ഥിതി ചെയ്യുന്നത്. റാൻ ഓഫ് കച്ച് എന്നും ഈ പ്രദേശം അറിയപ്പെടുന്നു. പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയോട് അതിർത്തി പങ്കിടുന്ന ഈ പ്രദേശത്ത് ചൂട് 45 ഡിഗ്രി വരെ ഉയരും. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പിന്റെ 70% ഈ പ്രദേശത്തു നിന്നാണ്. ഓരോ 15 ദിവസവും 12 മുതൽ 15 ടൺ വരെ ഉപ്പാണ് ഇവിടെ നിന്നും കയറ്റുമതി ചെയ്യുന്നത്. അതായത് ഒരു വർഷം 30 മുതൽ 40 ടൺ വരെ ഉൽപ്പാദിപ്പിക്കുന്നു. 1,00,000-ഓളം തൊഴിലാളികൾ നേരിട്ടും 6,000-ഓളം കുടുംബങ്ങൾ അല്ലാതെയും ഈ ഉപ്പ് വ്യവസായത്തെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് ഉപ്പ് വിളവെടുപ്പ് കാലം. ലോകത്തെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയാണ് റാൻ ഓഫ് കച്ച് എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങൾ. മഴക്കാലത്ത് കടൽ വെള്ളം കയറി ഈ പ്രദേശമാകെ മുങ്ങിപ്പോകുന്നു. വേനൽക്കാലമാകുമ്പോൾ വെള്ളം വറ്റി ഉപ്പുപാടമാകുന്നു. അതോടെ ഉപ്പിനുള്ള വിളവെടുപ്പും ആരംഭിക്കും. പരമ്പരാഗതമായി ഉപ്പ് കർഷകരാണ് ഭൂഗർഭ പമ്പ് സെറ്റ് സ്ഥാപിച്ച് ജലം പമ്പ് ചെയ്ത് ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ഈ ഉപ്പുപാടം കാണുവാൻ സീസൺ സമയത്ത് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു വർഷം 1.5 ലക്ഷത്തോളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നു എന്നാണ് കണക്ക്. ഇവിടുത്തെ കാറ്റേറ്റ് കുറച്ച് സമയം ചെലവഴിച്ചാൽ ശരീരം വെളുത്തുവരും. അത്രത്തോളം ഉപ്പാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാംഗ്ലൂരിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസസ് NIAS സംഘടിപ്പിച്ച ആൽക്കമി 2026 ശാസ്ത്ര സാങ്കേതിക മത്സരത്തിൽ പ്രോജക്റ്റ് തയ്യാറാക്കി അവതരിപ്പിച്ച് വിജയം കരസ്ഥമാക്കി സഹോദരിമാരായ ലിയോയും ലേയ ലിയോയും ഇഞ്ച ഉപയോഗിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാണ് തയ്യാറാക്കിയത്. കുമളി ഇരുമേടയിൽ ലിയോ മാത്യുവിൻ്റെയും നേരിമംഗലം നവോദയയിൽ അധ്യാപികയായ MR അനുവിൻ്റെയും മക്കളാണ് ഇരുവരും. 5000 രൂപയുടെ ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും കരസ്ഥമാക്കി. ജവഹർ നവോദയയിലെ ഇംഗ്ലീഷ് അധ്യാപകനായ ജോയ് ജേക്കബ്, സയൻസ് അധ്യാപികയായ ജെസി ജോസഫ് എന്നിവർ ഉൾപ്പെട്ട ടീമിലെ അംഗങ്ങളായിരുന്നു ഇവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 10 ദിവസം നീണ്ടുനിന്ന നാടകീയമായ ചർച്ചകൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒടുവിൽ VD സതീശനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ 13ാം മുഖ്യമന്ത്രിയും കോൺഗ്രസുകാരനായ 5ാമത്തെ മുഖ്യമന്ത്രിയുമാണ് VD സതീശൻ. നെരിമംഗലം കരിമണലിന് സമീപം സ്വകാര്യ ബസ് ലോറിക്ക് പിന്നിലിടിച്ച് വനത്തിലേക്ക് മറിഞ്ഞു. എറണാകുളം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന കൊച്ചിൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്.
ശക്തമായി പെയ്ത മഴയിൽ റോഡിലെ കോൺക്രീറ്റ് ഒലിച്ചുപോയി. പട്ടയംകവല കൊതകുത്തി റോഡിലെ കോൺക്രീറ്റാണ് ഒലിച്ചുപോയത്. വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ച് തൊടുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. സംഘടനാ സംസ്ഥാന സെക്രട്ടറി സജീവൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.